കോൺഗ്രസിന്റെ സർക്കാർ അനുകൂല നയമാറ്റത്തിനിടെ ജി സുകുമാരൻ നായരുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സന്ദർശനം. NSSന്റെ ഇടത് ചായ്വ ചർച്ചയായെന്നാണ് സൂചന. വിവരങ്ങളുമായി ഷമീർ അബ്ദുള്ളാണ് ചേർന്നത്. ഷമീർ, ഈ കൂടിക്കാഴ്ച എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? ഇതിൽ നിർണായകമായ ചർച്ചകൾ ഏത് വിധേന നടന്നിട്ടുണ്ടാകാനാണ് സാധ്യത? പുറത്തുവരുന്ന സൂചനകൾ. പ്രവർത്തക സമിതി അംഗവും MP-യുമായ കൊടിക്കുന്നിൽ സുരേഷ് പെരുന്നയിലെത്തിയത്. ഏതാണ്ട് അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ നിലവിലെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശബരിമല വിഷയത്തിലടക്കം സർക്കാരിനെ അനുകൂലിച്ച NSS നിലപാട് പ്രതിനിധി അയച്ച അടക്കമുള്ള വിഷയങ്ങളിൽ കൂടിക്കാഴ്ചയിൽ സംസാരമുണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ കോൺഗ്രസുമായി അകലുന്ന NSSനെ മയപ്പെടുത്തുക, അല്ലെങ്കിൽ സുകുമാരൻ നായരെ മയപ്പെടുത്തുക എന്നതാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കൊടിക്കുന്നിൽ സുരേഷ് NSSും സുകുമാരൻ നായരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം തനിക്കുണ്ടായിരുന്നു, പക്ഷെ അത് ചില നേതാക്കൾ ഇല്ലാതാക്കിയെന്ന് സുകുമാരൻ നായർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് നിലവിൽ അയ്യപ്പ സംഗമത്തിലടക്കം കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFിന് എതിരായുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം NSS സ്വീകരിച്ചതോടുകൂടി അതിനുശേഷം ഒരു നേതാവും ഇത്തരത്തിൽ സുകുമാരൻ നായരെ കണ്ടിട്ടില്ല എന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രസക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചില വിഷയങ്ങൾ ഈ NSS സുകുമാരൻ നായരുമായി ഇദ്ദേഹം കൊടിക്കുന്നിൽ സുരേഷ് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് UDFിന്റെ കോൺഗ്രസിന്റെ ഒരു യോഗം അവിടെ അയ്യപ്പ സംഗമത്തിലടക്കം നിലപാട് വ്യക്തമാക്കാൻ ഇന്ന് കോട്ടയത്ത് നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ നേതാക്കൾ പെരുന്നയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുമെന്നൊരു സൂചനയും കൂടി കൊടിക്കുന്നിൽ സുരേഷുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും അരമണിക്കൂർ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ NSSന്റെ ഈ നിലപാടിനെ മയപ്പെടുത്തുന്നതിന് വേണ്ടി പെരുന്നയിലേക്ക് എത്തും. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും MP-യുമായി നമ്മൾ സംസാരിക്കുമ്പോൾ സൗഹൃദ സന്ദർശനം മാത്രമാണ് താൻ നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും അരമണിക്കൂർ നീളുന്ന സംസാരത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംഗീത.